നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് ശേഷം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തനി പാലക്കാടൻ അവിയൽ. പാലക്കാടൻ സദ്യകളിൽ, കല്യാണ സദ്യകളിലും പ്രധാന സദ്യകളിലും നമ്മൾ വിളമ്പുന്ന തനി നാടൻ പാലക്കാടൻ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ട കായ്കൾ ഞാൻ പരിചയപ്പെടുത്താം. ക്യാരറ്റ്, കത്തിക്ക, പടവലം, കുമ്പളങ്ങ, ചേന, മുരിങ്ങക്കായ, കൊത്തവര, ഇത്രയും വെജിറ്റബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് അവിയൽ, പാലക്കാടൻ അവിയൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നീ അടുത്ത് നമ്മുടെ വെജിറ്റബിൾസ് എങ്ങനെ അവിയലിന് കട്ട് ചെയ്യാൻ പോകുന്നത്, അതിനൊരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം വേണം കട്ട് ചെയ്യാൻ. അതിൻ്റെ നീളമൊക്കെ കറക്റ്റ് ആയിരിക്കണം, നീളവും സൈസൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അടുത്ത് നമുക്ക് കട്ടിങ്ങിൽ കിടക്കാം. കുമ്പളങ്ങ കട്ട് ചെയ്യാൻ പോകുന്നത്. കുമ്പളങ്ങ കട്ടിയതിനു ശേഷം ഓരോ കാര്യം നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് കട്ട് ചെയ്യാം. അടുത്ത് നമ്മൾ കുമ്പളങ്ങ നുള്ളിയാണ്, അടുത്ത് ചേനയാണ് കട്ട് ചെയ്യുന്നത്. ചേന കുമ്പളങ്ങയുടെ സൈസിൽ തന്നെ അധികം കട്ടിയില്ലാതെ അതേ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കണം. ഇത് ഒരേ സൈസിലാവുമ്പോഴാണ് അത് നമ്മൾ അവിയലായി വരുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ചന്തം ഉണ്ടാവുള്ളൂ. കഴിക്കാനുള്ള ടേസ്റ്റും വേണം, കാണാനുള്ളൊരു ചന്തവും വേണം. അതാണ് അവിയൽ. അപ്പോൾ അവിയലിൻ്റെ ചേന നുറുക്കി കഴിഞ്ഞു. ഇനി അതിനെ പീസാക്കണം. അടുത്ത് നമ്മൾ ക്യാരറ്റാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ പാലക്കാട് ജില്ലയിലല്ലാത്ത ജില്ലകളിൽ അവർ അവിയലിൻ്റെ മഞ്ഞപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാറുണ്ട്. നമ്മുടെ പാലക്കാട് തനതായ അവിയലിൽ നമ്മൾ മഞ്ഞപ്പൊടി വലിയ വലുതായ ഒന്നും ചേർക്കാറില്ല. നമ്മൾ ചേർക്കുന്നത് തേങ്ങയും പച്ചമുളകും ജീരകം, നുള്ളു ജീരകം, തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചേർക്കുക ചെയ്യുക. തൈര് നല്ല പുളിച്ച തൈരായിരിക്കണം. ഇതാണ് നമ്മുടെ പാലക്കാടൻ അവിയൽ. വളരെ സിമ്പിളാണ്, കഴിക്കാൻ അത്യുഗ്ര സാധനമാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നൊരു സാധനമാണ് അവിയൽ. സുപ്രധാനി വാഴയ്ക്ക കട്ട് ചെയ്യുന്നതൊക്കെ ഒരേ നീളത്തിലായിരിക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത് വെള്ളത്തിലിടുന്നതിൻ്റെ കാരണം ഈ വാഴയ്ക്കൊക്കെ വെള്ളത്തിലിടാതിരുന്നാൽ പെട്ടെന്ന് കറുത്തു പോകും. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇടുന്നത്. പിന്നെ ഞാൻ മുരിങ്ങക്കായ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മുരിങ്ങക്കായ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുമാതിരി കൊത്തവര ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് പടവളം. ഇതിൻ്റെ നമ്മൾ പടവളം കട്ട് ചെയ്യണമെങ്കിൽ കഴിഞ്ഞു. അടുത്ത് ഒരു കഷ്ണമുണ്ട്. കപ്പയ്ക്ക് ഇല്ലാതെ നമ്മൾ അവിയലൊരു ടേസ്റ്റ് ആവില്ല. അവിയലിൽ നിർബന്ധമായിട്ട് ഇടുന്ന ഒരു സാധനമാണ് കപ്പയ്ക്ക. അധികം കൂടി പോരുത്, ആവശ്യത്തിന് എടുത്തുകൊണ്ട് ഇടാവുന്നു. പാലക്കാടൻ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 8 വെജിറ്റബിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചേന, കുമ്പളങ്ങ, വാഴയ്ക്ക, പടവലം, കൊത്തവരയ്ക്ക, ക്യാരറ്റ്, കപ്പയ്ക്ക, മുരിങ്ങക്കായ, അങ്ങനെ 8 വെജിറ്റബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പാലക്കാടൻ അവിയൽ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലക്കാടൻ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഞാനൊരു പാനിലാക്കിയിട്ടുണ്ട്. നമുക്കടുത്തത് വേവിക്കാൻ വയ്ക്കാം. വേവിക്കാൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആവശ്യത്തിനുള്ള വെള്ളമേ കൊടുക്കാറുണ്ട്. കാരണം അതിലത്തെ വെള്ളം നമ്മൾ ഊറ്റിക്കളയാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം വെജിറ്റബിൾസിൻ്റെ വെള്ളമല്ലേ, അതുകൊണ്ട് നമ്മൾ വൃത്തിയായി കഴുകിയെടുത്താണ്. അതുകൊണ്ട് ഇത് ഊറ്റിക്കളയാനൊന്നുമില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് വേവിക്കുക. ഇത് ആവശ്യത്തിനുള്ള വെള്ളം എന്നുള്ള ആ കണക്ക് നമുക്കതൊരു മനക്കണക്കാണ്. അത് നമ്മുടെ കുക്ക് ചെയ്ത് പരിചയത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ യൂസ് ചെയ്യുള്ളൂ.
പിന്നെ വെജിറ്റബിൾസ് ഉള്ള വെള്ളമൊക്കെ വെജിറ്റബിൾസ് അങ്ങോട്ട് തിളക്കിപ്പോൾ പുറത്തു വന്നോളൂ. അപ്പോൾ വെള്ളം ധാരാളം മതിയാവും. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പാലക്കാടൻ അവിയലിൽ നമ്മൾ മഞ്ഞപ്പൊടിയോ മറ്റൊന്നും യൂസ് ചെയ്യുന്നതല്ല. വേവിക്കാൻ വെച്ചിട്ട് ലിഡ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് വേവാവട്ടെ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അവിയലിന്റെ കഷ്ണം വെള്ളം ഊറ്റാതെ തന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. വെള്ളം ഒരു പൊട്ട് വെള്ളം ഇല്ല. നമ്മൾ ഈ വേവിക്കാൻ യൂസ് ചെയ്ത വെള്ളം വളരെ ഡ്രൈ ആവണം. ആ പരുവത്തിലായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുമോ നമ്മളുടെ തൈര്, ഇങ്ങനെയാണ് പൊളിച്ച തൈര് നമ്മൾ ആഡ് ചെയ്യുന്നത്. പൊളിച്ച തൈര് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി ഇനിയാണ് ഞാൻ ഉപ്പ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ കല്ലുപ്പ് കൊടുക്കുന്നത്. നമുക്ക് കാറ്ററിംഗിൽ ഈ കല്ലുപ്പ് കൊടുത്ത് എനിക്ക് പൊടിയുപ്പ് കൊടുക്കാനുള്ള വലിയ എടുത്തില്ല. നമുക്ക് കല്ലുപ്പ് കൊടുത്താൽ ശരിയാവും. ഈ പാലക്കാടൻ അവിയലിന്റെ അരവല് വേണ്ട സാധനങ്ങൾ തേങ്ങ നമ്മൾ തൈരൊഴിച്ച് ഉപ്പ് കൊടുത്ത് കഷ്ണം അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ, എരിവിനാവശ്യമായ പച്ചമുളക്, ഇത് ക്രഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ജീരകം ഇട്ട് ഒന്ന് വാങ്ങണം. നോട്ട് നന്നായിട്ട് അറിയാനും പാടില്ല. ചെയ്ത കോക്കനട്ടും പച്ചമുളകിൻ്റെയും കൂടെ നമ്മൾ ഒരു നുള്ള ജീരകം, ഒരു ടേസ്റ്റിന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ പാടുള്ളൂ. നന്നായി അറിയരുത്. നമ്മുടെ അരവ് റെഡിയായി. പച്ചമുളക്, തേങ്ങ, ഒരു നുള്ള ജീരകം ഉള്ള അരവ് റെഡി. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. നന്നായിട്ട് അരയരുത്. പാലക്കാടൻ അവിയലിന് ജസ്റ്റ് തേങ്ങ ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. നന്നായി അരയരുത്. നമ്മുടെ തൈരൊഴിച്ച അവിയൽ തൈരൊന്ന് കുറുകി വറ്റാറായി. കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരവ് ചേർത്താനുള്ള സമയമായി. ഇതുവരെയ്ക്ക് ഇരുന്നോട്ടെ, 100 സെറ്റാവാനുണ്ട്. ഇപ്പൊ നമ്മളെ അവിയൽ തൈരായിട്ട് ഒന്ന് കിടന്ന് സെറ്റായി. അരവ് കൊടുക്കാം. അരവ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. തേങ്ങ, പച്ചമുളക്, കുറച്ച് ജീരകം. സ്റ്റൗ ഒന്ന് താഴ്ത്തി വയ്ക്കാം. അരവ് കൊടുത്തു. ഇനി അരവ് കൊടുത്തതിന് ശേഷം മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം കറുവേപ്പില. കറുവേപ്പില നിർബന്ധമായിട്ടും കൊടുക്കണം. അതാണ് അതിൻ്റെ. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം. വേറെ ഒരു എണ്ണയും അവിയലിൻ്റെ യൂസ് ചെയ്ത് പോകരുത്. വളരെ എണ്ണ കുറവും മസാലകളൊന്നും ഇല്ലാതെ വളരെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഡിഷാണ് നമ്മുടെ പാലക്കാടൻ അവിയൽ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മറിക്കുക. ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടയാതെ സൂക്ഷിക്കണം. അപ്പോഴേ കാണാനൊരു ചന്തവും കഴിക്കാനൊരു ചന്തമൊക്കെ ഉണ്ടാവുള്ളൂ. കഷ്ണങ്ങൾ മുറിയാതെ നോക്കണം. അപ്പോൾ നമ്മുടെ പാലക്കാടൻ അവിയൽ റെഡിയായി. ഇനി ചൂടോടുകൂടി ഒന്ന് നമ്മുടെ പാനിൽ തന്നെ ഒന്നിങ്ങനെ തേച്ച് വയ്ക്കും. എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്യുക. നേരെ ഒന്നുള്ളൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇതൊക്കെ ആവശ്യം ആണെങ്കിൽ മാത്രം അത്ര. എന്നിട്ട് പാനിട്ട് അടച്ചു വയ്ക്കുക. പാലക്കാടൻ അവിയൽ റെഡി. പാലക്കാടൻ അവിയൽ ഇരുന്ന് സെറ്റായിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിൽ ടേസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ കായയുടെ പ്രൊപ്പോർഷനലി നമ്മൾ തേങ്ങയും അതിനുള്ള അരവ് എടുത്തിട്ടുണ്ടെങ്കിൽ, എരിവ് എടുത്തിട്ടുണ്ടെങ്കിൽ, പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ഉപ്പും അത്ര തന്നെ. കഴിച്ച് നോക്കട്ടെ. പക്ക പാലക്കാടൻ അവിയൽ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.